ഹലോ പ്രിയമുള്ളവരെ, നമ്മുടെ രാജസ്ഥാൻ യാത്രയുടെ മറ്റൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. രാജസ്ഥാനിലെ ബ്ലൂ സിറ്റിയായ ജോധ്പൂരിൽ നിന്ന് നമ്മളിതാ തൽക്കാലം ഗുഡ് ബൈ പറയുകയാണ്. ഇവിടെയുള്ള മെഹർഗാൻ ഫോർട്ട്, അതുപോലെ ജസ്വന്ത് താഡ, അങ്ങനെ തുടങ്ങി ഉമൈദ് ഭവനൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് നമ്മൾ ഇന്നിതാ ഇവിടെ കവർ ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് സത്യത്തിൽ രാജസ്ഥാൻ തന്നെയാണ്. ഇതാണ് ജോധ്പൂരിലെ മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് എൻ്റെ 10-18 ദിവസത്തെ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്കാണ്, ജയ്സൽമീറിലേക്ക്. രാജസ്ഥാനിലെ പലയിടങ്ങളിലും ഞാൻ കണ്ട ഒരു ഫ്രൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ പേര് അവരെന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് മറന്നുപോയി. എന്താണെങ്കിലും ഒരു 30 രൂപയ്ക്ക് ഈ സാധനം ഒന്ന് വാങ്ങി. ഞാൻ കുറച്ചുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മുടെ തേങ്ങയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. അത്ര മധുരമില്ലെങ്കിലും 30 രൂപയ്ക്ക് അതും വാങ്ങി ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കിയിട്ട് ജോധ്പൂരിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞാനെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ജയ്സൽമീറിലേക്ക്. ഇവിടെ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ 5-ലാണ് ഇപ്പോൾ ഉള്ളത്. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ഹബ്ബ് എന്നൊക്കെ നമുക്ക് പറയാം ഈ ഒരു ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച്. ദിവസവും നിരവധി യാത്രക്കാരെ വിവിധ നഗരങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ട്രാൻസ്പോർട്ട് ഹബ്ബാണ് ഇത്. രാത്രി സമയത്തും ഇവിടെ നല്ല തിരക്കാണ്. യാത്രക്കാരുടെ ആവേശവും ട്രെയിനിൻ്റെ ശബ്ദവും ചേർന്ന് നമുക്ക് ആ യാത്ര അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇത് വല്ലാത്തൊരനുഭവമാണ്. 14087 ഇതാണ് എൻ്റെ ട്രെയിൻ നമ്പർ, പ്ലാറ്റ്ഫോം നമ്പർ 7. വളരെ വൈകാതെ തന്നെ ഈ ജോധ്പൂരിലെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളുടെ ജയ്സൽമീർ വാഹനം അല്ലെങ്കിൽ വണ്ടി വന്നെത്തി. അല്പ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി. ഞാൻ മുകളിലെ ബർത്തിൽ, അതായത് അപ്പർ ബർത്തായിരുന്നു. അതുകൊണ്ട് യാത്രയുടെ ഫീൽ നന്നായി ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജോധ്പൂർ മുതൽ ജയ്സൽമീർ വരെ ഏകദേശം 290 കിലോമീറ്റർ ദൂരമാണ്. ബർബോബി പ്രദേശങ്ങളിലൂടെ പോകുന്ന ഈ ട്രെയിൻ യാത്രയ്ക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇത്. രാത്രി യാത്രയ്ക്ക് ശേഷം ഏകദേശം 1:20 ഞങ്ങൾ ജയ്സൽമീറിലെത്തി. ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. അതിശക്തമായ തണുപ്പാണ് ജയ്സൽമീറിൽ ഞങ്ങളെ വരവേറ്റത്. ഇതാണ് ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷൻ. ചെറിയതെങ്കിലും വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ജയ്സൽമീറിലെ കെട്ടിടങ്ങൾക്ക് സാധാരണയായി കാണുന്ന മഞ്ഞ ഗോൾഡൻ കളർ സ്റ്റോൺ ആർക്കിടെക്ചർ ഇവിടെ ഈ സ്റ്റേഷനിലും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ നഗരം ഗോൾഡൻ സിറ്റി എന്ന പേരിൽ പ്രശസ്തമായത്. രാത്രി ലൈറ്റുകളാൽ ഈ സ്റ്റേഷൻ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കൂടെ തന്നെ ഒരു പ്രത്യേക ഫീല് നമുക്ക് നൽകുന്നുണ്ട്. ഒരു ചെറിയതാണെങ്കിലും അത്യന്തം മനോഹരമായ സ്റ്റേഷൻ. ജയ്സൽമീറിൻ്റെ ഗോൾഡൻ സിറ്റി തീം അനുസരിച്ച് സ്റ്റേഷൻ്റെ കെട്ടിടങ്ങൾ മഞ്ഞ ഗോൾഡൻ സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. രാത്രി ലൈറ്റുകളാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ പൂർണ്ണമായും മനോഹരമായും മാജിക്കായി നമുക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് സ്റ്റേഷൻ ഫസാദുകളും അതുപോലെ തന്നെ ആർക്കിടെക്റ്റുകളും ചെറിയ ജനാലകളും എല്ലാം കലാത്മകമായി രൂപകൽപ്പന ചെയ്തതാണ്. ട്രെയിൻ എത്തുമ്പോൾ അതിൻ്റെ ഹാളിൽ നിന്നും പുറത്ത് കാണുന്ന ഈ പ്രഭാവം യാത്രക്കാരെ തന്നെ ആകർഷിക്കുന്നു. ഈ സ്റ്റേഷൻ ഒരു നടപ്പുകഥ പോലെയാണ്. ചെറുതായിരുന്നാലും നഗരത്തിൻ്റെ ചരിത്രവും സംസ്കാരവും രാജസ്ഥാനിലെ വെളിച്ചത്തിൻ്റെ മായാജാലവും ഒരുപോലെ ചേർന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷൻ കണ്ട് ഞാൻ അത്ഭുതത്തോടെ ഈ സുന്ദരമായ കാഴ്ച അനുഭവിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു ഗോൾഡൻ ഗേറ്റ് തന്നെയാണ്. ഏതു യാത്രയാണ് എങ്കിലും നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാഷ കൂടുതലായി അറിയില്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇവിടെയും അതുതന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ സോളോ ട്രിപ്പാണെങ്കിലും എൻ്റെ കൂടെ കൂടിയിരുന്ന 2 കൂട്ടുകാരും കൂടി ഞങ്ങൾ ജയ്സൽമീറിൽ ഒരു റൂമിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തോട് ആദ്യമായി പറഞ്ഞു വെച്ചൊരു കാര്യം, റൂം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ എടുക്കില്ല എന്ന്. അദ്ദേഹം അത് സമ്മതിച്ചു. മാത്രവുമല്ല, തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ആ രാത്രിയിൽ ഞങ്ങളെ കൊണ്ടുചെന്നാക്കുകയും ചെയ്യും. ഉറക്ക് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ടെങ്കിലും റൂമിലെത്തി ഒന്ന് റൂം കാണണം എന്ന ഒരു ജിജ്ഞാസയായി. 200 രൂപയാണ് പെർ ഹെഡ് ഞങ്ങളിതാ ഈ പോയി നോക്കാൻ പോകുന്ന ഡോർമെറ്ററിക്ക് റേറ്റ് ഉള്ളത്.
ഏതാനും മണിക്കൂറുകൾക്കകം ഇതാ ജയ്സൽമീർ എന്ന ഈ ഗോൾഡൻ പട്ടണം ഉണരാൻ പോവുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം. എല്ലാവരും ഇപ്പോൾ നല്ല നിദ്രയിലാണ്. പക്ഷേ എനിക്ക് ക്യാമറ തിരിക്കാൻ തോന്നുന്നേ ഇല്ല. കാരണം ഇന്ത്യയിൽ ഇത്ര നല്ലൊരു പട്ടണം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമാണ് ജയ്സൽമീർ. പക്ഷേ തീർത്ത് പറയാലോ, അവിടെയും ഞങ്ങൾ വഞ്ചിതരായില്ല. ഇതാ ഈ കാണുന്ന ജയ്സൽമീർ കൊട്ടാരത്തിൻ്റെ, ജയ്സൽമീർ ഫോർട്ടിൻ്റെ തൊട്ട് താഴത്തായിരുന്നു ഞങ്ങളുടെ ഡോർമെറ്ററി. അതിമനോഹരം തന്നെയായിരുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു 350 രൂപ വരെ കൊടുക്കാം എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. കാരണം അത്രയ്ക്കും ക്ലീൻ ആൻഡ് നീറ്റ് സ്പേസാണ്. പുതിയ ബ്ലാങ്കറ്റുകളും കിടക്കകളും ക്ലീനും ഒക്കെ ഒരുപോലെ സൗകര്യപ്രദമായിരുന്നു. മാത്രവുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ കാണുന്നതാണ് ജയ്സൽമീർ ഫോർട്ട്. അതിൻ്റെ ഓരത്ത്, അതിൻ്റെ താഴത്താണ് ഇതാ ഈ ഒരു ഡോർമെറ്ററി ഉണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം ജോധ്പൂരിൽ നിന്ന് ജയ്സൽമീർ വരെ ട്രെയിൻ യാത്ര, സ്റ്റേഷൻ്റെ മായാജാല സൗന്ദര്യം, ഡോർമെറ്ററിയിലെ ഹൃദ്യമായ ഒരു ഉറക്കം. നാളെ ജയ്സൽമീർ ഫോർട്ട് ഉൾപ്പെടെയുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പായി വല്ലതും കഴിക്കണം. ഇതാ മാഗി റെഡിയാണ്. ബൈ.